സ്ട്രേറ്റ് ലൈനിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി എക്സൈസ് തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ കെ ബാബുവാണ്. അദ്ദേഹത്തിന് ഒരു മുഖവരിയുടെ കാര്യമില്ല. കേരള രാഷ്ട്രീയത്തിൽ വളരെ അറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവാണ് ശ്രീ ബാബു. അദ്ദേഹം കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് ഈ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലാണ് മന്ത്രിയായി എത്തിയത്. വളരെ പ്രധാനപ്പെട്ട എക്സൈസ്, തുറമുഖം, ഫിഷറീസ് അടക്കമുള്ള വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഒരുപക്ഷെ എക്സൈസ് വകുപ്പ് വിവാദങ്ങളുടെ ഒരു വലിയ കലവറയാണെങ്കിൽ തുറമുഖം പോലുള്ള വകുപ്പുകളിൽ വിഴിഞ്ഞം പോലുള്ള വലിയ പദ്ധതികൾക്ക് തുടക്കമിടാൻ കഴിഞ്ഞതിൻ്റെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാവുന്ന ഒരു മന്ത്രിയായി കൂടി കെ ബാബു അറിയപ്പെടാൻ പോവുകയാണ്. ശ്രീ കെ ബാബു ഇവിടെ ഹൃദയം തുറന്ന് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൗമുദി ടിവിയുടെ സ്ട്രേറ്റ് ലൈനിലേക്ക് ശ്രീ കെ ബാബുവിന് പ്രത്യേകം സ്വാഗതം. വിഴിഞ്ഞം പദ്ധതി ചിങ്ങി 1 നടപ്പിലാവുകയാണ്. 25 വർഷമായിട്ട് മലയാളിക്ക് നഷ്ടമായ ഒരു പ്രൊജക്റ്റാണ് വരുന്നത്. ഇപ്പോഴും അതിൻ്റെ ചെറിയ ചെറിയ കല്ലുകടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പം അങ്ങേയറ്റത്തെ സംതൃപ്തിയാണ് തോന്നുന്നത്. കാരണം കേരളം 25 കൊല്ലമായി സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഒരു വലിയ പദ്ധതി അതിൻ്റെ കരക്ക് അടുപ്പിക്കാൻ നമുക്കിപ്പോൾ സാധിച്ചിരിക്കുകയാണ്. ഒരു വലിയ പ്രോജക്റ്റ് നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒക്കെ ഇതിൻ്റെ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ കൂടെ ഉണ്ടാവും. പക്ഷെ എന്നാൽ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ടെൻഡർ ഗവൺമെൻറ് അംഗീകരിച്ചു കഴിഞ്ഞു. അതിനെതിരായിട്ട് ഒരുപാട് പ്രചരണങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും അതെല്ലാം ഏറെക്കുറെ കെട്ടടങ്ങിയ പോലെയാണ് ഉള്ളത്. താങ്കൾ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ കൊച്ചിക്കാരനായതുകൊണ്ട് കൊച്ചിക്ക് വേണ്ടി ഇതിനെ അട്ടിമറിക്കുന്നുവെന്ന് ആക്ഷേപം ഉന്നയിച്ചൊരു വരിയുണ്ട്. പക്ഷെ ഇപ്പോൾ ആ ആക്ഷേപം മുഴുവൻ ഇല്ലാതായി കാണുമല്ലോ. കാരണം കൊച്ചിക്കാരനായിരുന്നിട്ടും വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവരുന്ന കൊച്ചിക്കാരൻ മന്ത്രിയാണ്. ഗവൺമെൻറ്റിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യമാണ് നോക്കുന്നത്. അല്ലാതെ നമ്മൾ ഗവൺമെൻറ്റിൽ പ്രവർത്തിക്കുമ്പോൾ കുറച്ച് പേര് കൊച്ചിക്കാർ, കുറച്ച് പേര് കോഴിക്കോടുകാർ, കുറച്ച് പേര് അങ്ങനത്തെ ഒരു സമീപനം പറ്റില്ല. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഈ സ്വപ്ന പദ്ധതി ഗവൺമെൻറ്റിൻ്റെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിൽ ഏറെക്കുറെ പ്രമുഖ സ്ഥാനമുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് ഞങ്ങളുടെ തുടക്കം മുതലുള്ളൊരു നിലപാടായിരുന്നു. ഇപ്പോൾ ഇന്നലെ തന്നെ മുഖ്യമന്ത്രി നമ്മളെല്ലായിടത്തെ പരിപാടിയിൽ പറഞ്ഞല്ലോ, സത്യപ്രതിജ്ഞ ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹം അന്നത്തെ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രി ശ്രീ ജയറാം രമേശിനെ കണ്ടു. അദ്ദേഹത്തിനോട് ഇപ്പോൾ ഇതിൻ്റെ പരിസ്ഥിതി ക്ലിയറൻസിൻ്റെ കാര്യം സംസാരിച്ചു. അങ്ങനെ ശ്രീ ജയറാം രമേശ് തിരുവനന്തപുരത്ത് വന്ന് എന്നെയും കൂട്ടിക്കൊണ്ട് വിഴിഞ്ഞത്ത് പോയി. അതാണ് ഇതിൻ്റെ തുടക്കം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും പ്രാദേശികമായ താല്പര്യങ്ങളെക്കാൾ ഉപരി സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുക എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറച്ച നിലപാടുണ്ടായിരുന്നു, നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. വിഴിഞ്ഞം ഇത്രയും വലിയ രീതിയിലേക്ക് പോകുമ്പോൾ താങ്കളുടെ ജില്ലയിലുള്ള വല്ലാർപാടം തഴയപ്പെട്ടു പോകുമെന്നുള്ള രീതിയുണ്ടോ? അല്ല, വല്ലാർപാടത്തിൻ്റെ പ്രശ്നങ്ങളും വിഴിഞ്ഞത്തിൻ്റെ പ്രശ്നങ്ങളും സെപ്പറേറ്റായിട്ട് എടുക്കണം. വല്ലാർപാടത്തിൻ്റെ കാര്യത്തിൽ അതിനുണ്ടാകുന്ന പോരായ്മകൾ അല്ലെങ്കിൽ അതിൻ്റെ പാളിച്ചകൾ നമുക്കെല്ലാം, അത് കൊച്ചിയുടെ മാത്രമല്ല, അതും കേരളത്തിൻ്റെ തന്നെ ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണല്ലോ കബോട്ടാഷ് നിയമം കൊച്ചിക്ക് വേണ്ടി ഇളവ് ചെയ്ത് കൊടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ് ഏറ്റവും ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോൾ കൊച്ചിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചിരുന്നു, ആ യോഗം നടന്നില്ല. കൊച്ചിയുടെ കാര്യത്തിൽ കൊച്ചിയെ തകർത്തുകൊണ്ട് വിഴിഞ്ഞത്തെ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് ഗവൺമെൻറ് നയമല്ല. എന്ന് മാത്രമല്ല, കൊച്ചിയും വിഴിഞ്ഞവും തമ്മിൽ ഒരു മത്സരത്തിനുള്ള സാധ്യതയില്ല. വിഴിഞ്ഞം മത്സരിക്കുന്നത് ഇൻ്റർനാഷണൽ പോർട്ടുകളുമായിട്ടാണ്. അതായത് ഇപ്പം സിംഗപ്പൂർ, അതുപോലെ കൊളംബോ, മറ്റേ ദുബായ്, ഈ പോർട്ടുകളുമായിട്ടാണ് മത്സരിക്കുന്നത്. ഇന്ത്യയിലെ മറ്റ് ഒരു പോർട്ടുകൾക്കും ഇല്ലാത്ത നാച്ചുറലായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ പോർട്ടിനുണ്ട്. അത് ഒന്ന് ഡ്രാഫ്റ്റാണ്, 2 കപ്പൽ പാതയോടുള്ള സാമീപ്യമാണ്. ഇതെല്ലാം നമുക്ക് ഒരു പ്രകൃതി കഴിഞ്ഞാണ് അനുഗ്രഹിച്ച് തന്ന ഒരു വരദാനങ്ങളാണ്. അത് പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വളരെ അടുക്കും ചിട്ടയായിട്ടുള്ള പ്രവർത്തനം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തി അതിൻ്റെ ഓരോ ഘട്ടത്തിലുണ്ടായ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് 17-ാം തീയതി, അതായത് ചിങ്ങം 1-ന് 5 മണിക്ക് കരാറ് ഒപ്പിടത്തക്ക വിധത്തിൽ മുന്നോട്ട് വന്നിരിക്കുകയാണ്. താങ്കൾ തന്നെ ഒരിക്കൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ദുബായ്, സിംഗപ്പൂർ, അതുപോലെ തന്നെ കൊളംബോ പോർട്ടുകൾ ഒരു ഇൻ്റർനാഷണൽ ലോബി തന്നെ ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായിട്ട് സംശയിക്കുന്നതായിട്ട്. അപ്പോൾ അവരുടെ അട്ടിമറി ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു, അവർ പിൻവാങ്ങിയതായിട്ട് കരുതുന്നുണ്ടോ?
അല്ല, ഇതിൻ്റെ പല ഘട്ടങ്ങളിലും ഇതിൻ്റെ അവസാനം ടെൻഡർ ഫൈനലൈസ് ചെയ്യുന്ന ഘട്ടത്തിലും ആ അട്ടിമറി ശ്രമം ഞങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടതാണ്. മലേഷ്യൻ കമ്പനിയുടെ ഒരു ഉത്തരവാദിത്വമില്ലാതെ ഒരു കമ്പനിയുടെ പേരിൽ ആരോ ഒരാൾ ഒരു ലെറ്റർ വന്നു. അപ്പോൾ ഉടനെ തന്നെ ഇവിടെ എല്ലാം ചർച്ചയായി. മലേഷ്യൻ കമ്പനിക്ക് കൊടുത്തില്ല ടെൻഡറിൻ്റെ സമയത്ത് അവർക്ക് പങ്കെടുക്കാൻ. അല്ല, ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ള ആക്ഷേപ സംബന്ധിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റിൽ അങ്ങനത്തെ ഉദ്യോഗസ്ഥന്മാരാരുമില്ല. സംസ്ഥാന ഗവൺമെന്റിലില്ല, മറ്റ് കേന്ദ്ര ഗവൺമെന്റിലുണ്ടോ? കേന്ദ്ര ഗവൺമെന്റിൽ ഇപ്പോഴില്ല, നേരത്തെ ഉണ്ടായിരുന്നു. ഉണ്ടായി കാണും. സംസ്ഥാന ഗവൺമെന്റിൽ ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥന്മാരും ഇല്ലെന്ന് മാത്രമല്ല, സംസ്ഥാന ഗവൺമെന്റിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തുറമുഖ വകുപ്പ് സെക്രട്ടറി ശ്രീ ജെയിംസ് വർഗീസ്, അദ്ദേഹം ഒരു പൊതുപരിപാടിക്ക് പോകുന്ന ആളല്ല. ഇന്നലെ കേരളാമന്ത്രിയുടെ പരിപാടിക്ക് വന്നിരുന്നു. അദ്ദേഹവും അതുപോലെ തുറമുഖ കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാരും പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരും എല്ലാം, അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് ഒന്നാകെ തന്നെ ചീഫ് സെക്രട്ടറി എല്ലാവരും തന്നെ ഈ പ്രോജക്റ്റിന് വേണ്ടി ശക്തമായിട്ട് പരിശ്രമിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം ഇത് ഒപ്പിടുന്ന തൊട്ടു മുമ്പ് മത്സ്യത്തൊഴിലാളികളുടെ പേരിൽ തിരുവനന്തപുരം അതിരൂപതയും സൂസപ്പാക്കും ആർച്ച് ബിഷപ്പും ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ചർച്ചകൾ നടന്നോ? കാരണം അവർ ഇപ്പോൾ സമരപരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. അതിന് പിന്നിൽ എന്തെങ്കിലും താങ്കൾ സംശയിക്കുന്നുണ്ടോ? അല്ല, ഞാൻ ഇപ്പം അതിനെക്കുറിച്ചൊന്നും കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് പരിമിതികളുണ്ട്. പക്ഷേ ഇതിൻ്റെ പരിസ്ഥിതി പഠന കാലഘട്ടത്തിൽ ട്രിവാൻഡ്രം ആർച്ച് ബിഷപ്പ് ഹൗസിൽ പോയി പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അവർ നിർദ്ദേശിച്ച പ്രശ്നങ്ങൾ വളരെ വിശദമായി പഠിച്ചിട്ടുണ്ട്. പരിസ്ഥിതി പഠനകാലത്ത് അവർ ഉന്നയിച്ച ആശങ്കകൾ അല്ലെങ്കിൽ അവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഞങ്ങൾ തള്ളിക്കളയല്ല, അതെല്ലാം പഠിച്ചിട്ടുണ്ട്. അത് പഠിച്ചൊരു റിപ്പോർട്ടും പരിസ്ഥിതി റിപ്പോർട്ടും ഉണ്ടാക്കി. ആ പരിസ്ഥിതി റിപ്പോർട്ടിൻ്റെ പബ്ലിക് ഹിയറിംഗ് കഴിഞ്ഞു. അന്നില്ലാത്ത എതിർപ്പുകളാണിത്. പബ്ലിക് ഹിയറിങ്ങിൻ്റെ സമയത്ത് ഉണ്ടായിട്ടില്ല. അതിനുശേഷം പരിസ്ഥിതി ഹിയറിംഗ് കഴിഞ്ഞ് പരിസ്ഥിതി സെൻട്രൽ എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ മുമ്പിൽ വന്നപ്പോൾ ഹോട്ടലുകാരായ ആളുകൾ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഉന്നയിച്ചിരുന്നു. റിസോർട്ടുകാർ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ്, അതെല്ലാം തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഇത് കവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആണ് പരിസ്ഥിതി ക്ലിയറൻസ് കിട്ടിയത്. ഈ പരിസ്ഥിതി ക്ലിയറൻസ് തന്നപ്പോൾ അവർ കുറേ വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്. ആ വ്യവസ്ഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് നേരിട്ട് ബാധിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ. എത്ര പേരാണ് സർക്കാരിൻ്റെ കണക്കനുസരിച്ച്? അല്ല, അവരുടെ കണക്ക് 250 കക്ക വാരുന്ന തൊഴിലാളികളെ ഇത് ബാധിക്കും എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പാക്കേജ് അവർ നിർദ്ദേശിച്ചിട്ടുണ്ട്. 3 കമ്പവലക്കാർക്ക് ബാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 75 പേര് അതവർ നിർദ്ദേശിച്ചിട്ടുണ്ട്. 2000 പേരെ താൽക്കാലികമായി ഇത് ബാധിക്കും നിർമ്മാണ ഘട്ടത്തിൽ എന്ന് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിനുള്ള പാക്കേജും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടിയാണ് 220 കോടി രൂപയുടെ. അതെല്ലാം ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുണ്ടാകുന്നവർക്കുള്ള നഷ്ടപരിഹാരം, പുനരധിവാസം, അവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റേ ഫിഷിംഗ് ഹാർബർ, അതെല്ലാം കൂടി 220 കോടി രൂപയുടെ പാക്കേജ് ഇതിനകത്തുണ്ട്. ആ ഒരു പാക്കേജിനെ കുറിച്ച് ഇവർക്ക് അറിയാത്തതുകൊണ്ടാണോ ഇവരിങ്ങനെ സംസാരിക്കുന്നത്? അത് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഈ പാക്കേജ് എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന്, ഏതൊക്കെ തരത്തിലാണ് ഓരോരുത്തർക്ക് ലഭിക്കുക, അതിനെ ഒരു സ്പ്ലിറ്റപ്പോ അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച നടന്നിട്ടുണ്ട്. ഈ പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ഒരു കാര്യം, ഇതിന് വേണ്ടി ഇപ്പോൾ ഈ പാക്കേജിൽ ഇപ്പോൾ ഞാൻ പറയാം, കമ്പവല 3 എണ്ണം 75 തൊഴിലാളികൾ ബാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 75 തൊഴിലാളി ആരാ? അത് പാക്കേജിൽ പറഞ്ഞിട്ടില്ല. അത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതുപോലെ 250 കക്കാവാര തൊഴിലാളികളെ ബാധിക്കും. അപ്പോൾ മൊത്തത്തിൽ 350 പേരെ ഇത് ബാധിക്കും. അതല്ല, പിന്നെ 2000 പേരെ താൽക്കാലികമായി. അപ്പോൾ 2500 പേര്. അപ്പോൾ അതെല്ലാം പാക്കേജിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ബാധിക്കുന്ന തൊഴിലാളികൾ ആരൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരെ കണ്ടുപിടിക്കണം. നമ്മളിപ്പോൾ അതിനു വേണ്ടി ബിഷപ്പ് ഹൗസിൽ നിന്ന് ഈ പ്രശ്നം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഉദ്യോഗസ്ഥ തലത്തിലൊരു യോഗം ചേർന്ന് ഫിഷീസ് ഡയറക്ടറും അതുപോലെ തിരുവനന്തപുരം കളക്ടറും അപ്പലേറ്റ് സ്വഭാവത്തിലുള്ള അതോറിറ്റിയായിട്ടും വില്ലേജ് ഓഫീസർ, അത് ഫിഷറീസിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, അവരെല്ലാം പിന്നെ ഈ പരിസ്ഥിതി പഠനം നടത്തിയ കമ്പനിയുടെ ആളുകൾ, അവരെല്ലാം ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അവരിപ്പോൾ ഫീൽഡിൽ നടന്ന് ഇതിൻ്റെ യഥാർത്ഥ
അവകാശികളെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടെത്തിയതിനെക്കുറിച്ചുള്ള ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. തർക്കമുള്ളവർക്ക് അപ്പീൽ കളക്ടർക്ക് കൊടുക്കാം. കളക്ടർ ചെയർമാനും ഫിഷറീസ് ഡയറക്ടർ കൺവീനറുമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പരിസ്ഥിതി പഠന റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യുന്നിട്ടില്ല. അതേ സമയത്ത് പരിസ്ഥിതി പഠന റിപ്പോർട്ടിൽ പറയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അത് പരിശോധിക്കും തീർച്ചയായും. അല്ലെങ്കിൽ ഇപ്പം തന്നെ ഇവർ പറയുന്നതിൽ ഒരു കാര്യം സീ ഷോറ് ഇടിഞ്ഞു പോകുന്നതാണ്. എന്ന് മാത്രമല്ല 50,000 പേരെ ബാധിക്കുന്നതാണ്, അവരുടെ 13 മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളെ ബാധിക്കുന്ന രീതിയിലേക്കുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ സംഖ്യ ചോദിച്ചത്. ഗവൺമെൻറ്റിന് ഒരു ഔദ്യോഗികമായി പരിസ്ഥിതി പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ഒരു ഏജൻസി നടത്തിയ പഠന റിപ്പോർട്ട് LNT റാംബോൾ എന്ന് പറയുന്ന പരിസ്ഥിതി പഠനത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ഒരു കമ്പനിയാണ്. ആ കമ്പനി നടത്തിയ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ പരിസ്ഥിതി ക്ലിയറൻസ് അതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇനി അത് തെറ്റാണെന്ന് നമ്മളെങ്ങനെ പറയും? മറ്റുള്ളവർക്ക് പറയാൻ പറ്റും, ഗവൺമെൻറ് അങ്ങനെ നിലപാടെടുക്കാൻ പറ്റില്ല. കാരണം അത് തെറ്റാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇപ്പോൾ സുപ്രീം കോടതിയിലുള്ള കേസ് തന്നെ ഇതിനെതിരായിട്ടുള്ള കേസില്ലേ? അപ്പോൾ ഈ സമരത്തിൻ്റെ കാര്യത്തിൽ ഇവരായിട്ട് വല്ല അവരുമായിട്ട് ഒരു തർക്കത്തിനും ഏറ്റുമുട്ടലിനും ഗവൺമെൻറ് ഇല്ല. അവരുമായിട്ട് ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഞാനും ഇതിനകത്ത് ഈ അദാനി ഗ്രൂപ്പിന് ലെറ്റർ ഓഫ് അവാർഡ് കൊടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഞാനും മന്ത്രി ഷിബു ബേബി ജോണും കൂടി മന്ത്രിസഭയിലുണ്ടായ പൊതു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അരമനയിൽ പോയി സംസാരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സൂസപ്പാക്കിയും പിതാവും. അന്ന് സെറ്റിൽമെൻറ്റ് ഉണ്ടായില്ല. അല്ല, അന്ന് അവർ പറഞ്ഞു 40 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി വ്യക്തത ഇല്ല, ഇപ്പോൾ വ്യക്തത ഉണ്ടാകണം. ഞാൻ പറഞ്ഞു നമുക്കതെല്ലാം ചർച്ച ചെയ്യാം, ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളവരുമായിട്ടൊരു തർക്കത്തിനില്ല. അവരും ഒരു തർക്കം ഉണ്ടാക്കേണ്ട ഒരു കാര്യവും ഇപ്പോൾ ഇതിനകത്തില്ല. കാരണം ഇതിനകത്ത് ഇതിൻ്റെ പരിസ്ഥിതി പഠന റിപ്പോർട്ട് എല്ലാവർക്കും ലഭ്യമാണ്, വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ അതിനകത്ത് ഈ പാക്കേജ് ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പാക്കേജിനെ മറികടന്നുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. പരിസ്ഥിതി പഠന സമയത്ത് തന്നെ ഇവർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ വിശദമായി പഠിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും ഇവരുമായിട്ട് ആശയവിനിമയം അരമനയിൽ പോയി നടത്തിയിട്ടുണ്ട്. അപ്പം മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ ഞങ്ങൾ ഇപ്പോൾ അരമനയിൽ നിന്ന് ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങളിൽ വളരെയധികം കൺസേൺ ആണെന്നുള്ളതിന് തെളിവല്ലേ ഞങ്ങളവിടെ പോയി ചർച്ച ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പരിസ്ഥിതി പഠനം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ അവിടെ പോയി ചർച്ച ചെയ്തു. അവർ പറഞ്ഞ പ്രശ്നങ്ങൾ പഠിച്ചു. 6 മാസം കൂടുതലായിട്ട് അത് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. ഈ മറ്റേതിലേക്ക് വരുമ്പോൾ ഈ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാരിൻ്റെ ഒരു ഇത് വെച്ചാൽ ഈ സർക്കാർ അധികാരത്തിൽ നിന്ന് 5 വർഷം കഴിഞ്ഞാൽ പുറത്തു പോകും. ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ സരിതമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഇത് ഉന്നയിച്ചു. പിന്നെ മാണി സാറിനെയും എക്സൈസ് വകുപ്പിനെയും ഒക്കെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ബാർക്കോഴ വിവാദം, ഇങ്ങനെ ഒരുപാട് വിവാദങ്ങൾ വരികയും ഈ സർക്കാർ താഴെ പോകാൻ പോകുന്നു എന്നുള്ള രീതിയിൽ വലിയ പ്രചരണങ്ങൾ നടക്കുകയും ആ സമയത്താണ് അരുവിക്കര തിരഞ്ഞെടുപ്പ് നടന്നത്. അരുവിക്കര തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് UDF ജയിച്ചു. ഇപ്പോൾ ചിലരൊക്കെ നടത്തിയ സർവേയിൽ UDF വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായിരിക്കാം എന്താ പറയുക, ഒരു നെഗറ്റീവ് ഇമേജിൽ നിന്ന് പെട്ടെന്നൊരു പോസിറ്റീവ് ഇമേജിലേക്ക് UDFനെ എത്തിച്ചത്? താങ്കളുടെ വിലയിരുത്തൽ. അല്ല, നെഗറ്റീവ് ഇമേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രചരണം ഉണ്ടായിരുന്നു. ചില മാധ്യമ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അവരുണ്ടാക്കിയതാണ്. അവർ തച്ചിനിരുന്ന് ഉണ്ടാക്കിയായിരുന്നു ഇങ്ങനെയുള്ള പ്രചരണം. അവർക്ക് ലക്ഷ്യമുണ്ടോ മാധ്യമം? അവർക്ക് UDFനെ തോൽപ്പിക്കണം എന്നുള്ള വളരെ നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അല്ല, ഇവിടെ അങ്ങനെയുള്ള മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഇടതുപക്ഷ മാധ്യമങ്ങളുണ്ട്, അവരാണോ ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ ഇന്ന മാധ്യമങ്ങൾ എന്ന് പറയുന്നില്ല. എന്നാലും മാധ്യമ പ്രവർത്തനം എന്നുള്ളത് ജെയിംസിനും തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ആളായതുകൊണ്ട് ഇതൊക്കെ അറിയാൻ പറ്റും. ചില മാധ്യമങ്ങൾ മനഃപൂർവ്വമായി ഇല്ലാത്ത കാര്യങ്ങൾ ഊതി വീർപ്പിച്ച് അവർ പ്രചരിപ്പിക്കുക, അങ്ങനെ ഒരു നെഗറ്റീവിസം വളർത്താൻ ശ്രമിക്കുക. പക്ഷേ ജനങ്ങൾക്ക് ഈ ഗവൺമെൻറ് പ്രവർത്തനങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ മുൻ ചീഫ് വിപ്പ് പി സി ജോർജിനെ വെള്ളത്തിലാക്കിയതാരാ? ഇവിടുത്തെ മാധ്യമങ്ങളല്ലേ. അദ്ദേഹത്തെ കൊണ്ട് അല്ല, മാധ്യമങ്ങൾ പറഞ്ഞ അതിന്റെ പിന്നാലെ പോകുന്ന ആളാണ് PC ജോർജ്. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഞാൻ പറഞ്ഞത് ഈ മാധ്യമങ്ങളിൽ ഒരു ദിവസം ഒരു ന്യൂസ് വന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ അതൊരു വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല.
അപ്പോൾ ഇതൊക്കെ ഒരു മുന്നോട്ടുള്ള യാത്രയിൽ ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം ഇത് മാത്രമല്ല, പിറവം തെരഞ്ഞെടുപ്പ് ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പോൾ ഇങ്ങനൊരു ഇതിൻ്റെ ഇടയിലും ജനങ്ങളുടെ ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ജനങ്ങളുടെ മൈൻഡ് സെറ്റ് മാറുകയാണ്, മനസ്സ് മാറുകയാണ്. ഇവിടെ മറ്റ് രാജ്യങ്ങളിൽ പോലെ വികസനം വരണം, അല്ലാതെ വിവാദങ്ങളുമായിട്ട് മുന്നോട്ട് നടക്കുന്ന കാര്യങ്ങൾ നടക്കണമെന്നുള്ള ചിന്തയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ എത്തിയിരിക്കുന്നു. അതിന് പ്രധാന കാരണം വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന മലയാളികൾ മുഴുവൻ എല്ലാ വീടുകളിലും ഉണ്ട്. അവർ കൃത്യമായി മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. അല്ല, അത് ഒരു ഘടകമാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഈ വിഷ്വൽ മീഡിയ വന്നതോടുകൂടി ഇത് എന്തെല്ലാം നമ്മൾ പറഞ്ഞാലും ജനങ്ങൾക്കത് നേരിട്ട് കാണാൻ അപ്പം തന്നെ മനസ്സിലാക്കാനുള്ള അവസരം വന്നു കഴിഞ്ഞു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിഷ്വൽ മീഡിയ, ഞാൻ വിഷ്വൽ മീഡിയ മുഴുവൻ കുറ്റം പറയല്ല. വിഷ്വൽ മീഡിയ വന്നതോടെ ഇപ്പോൾ പണ്ടാണെങ്കിൽ എന്താ സോവിയറ്റ് റഷ്യയിൽ അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ചൈനയിൽ ഇങ്ങനെയായിരുന്നു. അപ്പം ആരെങ്കിലും വിശ്വസിക്കുമോ പറഞ്ഞാൽ അപ്പോൾ വരും സാർ വിഷ്വൽ, അപ്പം തന്നെ അതിൻ്റെ വിഷ്വൽ വന്നുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ നേതാക്കന്മാരെ കുറിച്ച് ഊതി വീർപ്പിച്ച കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചാലും ജനങ്ങൾക്ക് അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ മനസ്സിലാക്കാൻ ഇന്ന് ധാരാളം അവസരമുണ്ട്. അപ്പം അതുകൊണ്ട് ജനങ്ങളെ ഇന്ന് കളിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാവുന്നു, എന്നുവെച്ചാൽ ഓൾറെഡി അതിൻ്റെ പണി ആരംഭിക്കുകയാണ്. കണ്ണൂർ വിമാനത്താവളം എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡിസംബറിൽ ആദ്യത്തെ വിമാനം ഓടുന്നതാണ് പറഞ്ഞു കേൾക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് കൊച്ചി മെട്രോയിലെ ട്രയൽ റണ്ണ് ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നടത്താൻ കഴിയുമെന്നാണ്. ഇതൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഈ പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകളുടെ മുഴുവൻ കാര്യത്തിൽ എന്തൊക്കെയോ ഒന്നില്ലെങ്കിൽ അത് നടപ്പായി മറ്റേ പണി തുടങ്ങുന്നു, ഇല്ലെങ്കിൽ ചിലത് ഇത് അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് താങ്കൾ പ്രതീക്ഷിക്കുന്നു? ഇത് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്ത കാര്യങ്ങളല്ല. ഞങ്ങൾക്ക് അധികാരത്തിൽ വന്നപ്പോൾ ഈ സംസ്ഥാനത്ത് നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല വ്യക്തത ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു വൻകിട പദ്ധതികളെല്ലാം പൂർത്തിയാക്കണം. വിഴിഞ്ഞം, കണ്ണൂർ എയർപോർട്ട്, സ്മാർട്ട് സിറ്റി, കൊച്ചി മെട്രോ, അതുപോലെ തിരുവനന്തപുരം കോഴിക്കോട് മോണോ റെയിൽ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ, അതുപോലെ ആലപ്പുഴ ബൈപ്പാസ്, തിരുവനന്തപുരം കൊല്ലം ബൈപ്പാസ്, തിരുവനന്തപുരം കരമന കളയിക്കാവിള റോഡ്, ഞങ്ങൾക്കിതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല ഇതെല്ലാം ഈ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുകയും ഈ പ്രോജക്റ്റുകളെക്കുറിച്ച് ദൈനംദിനം അന്വേഷിക്കുകയും അതിന് വേണ്ട തടസ്സങ്ങൾ നീക്കിത്തരികയും ചെയ്യുന്നൊരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഭരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോന്നും ഇപ്പോൾ നോക്കിക്കോ, ഇപ്പോൾ ജെയിംസിൻ്റെ നാട്ടിൽ ജെയിംസ് പോയി നോക്കിക്കോ, അവിടെ പ്രാദേശികമായ വികസനം. ഇപ്പോൾ ജെയിംസിൻ്റെ ഇപ്പോൾ പുതിയ നിയോജകമണ്ഡലം ഇരിഞ്ഞാലക്കുട, പണ്ട് മാളയായിരുന്നു. ഇപ്പോൾ മാളയിലും ഇരിഞ്ഞാലക്കുടയും പോയി നോക്കിക്കോ, അവിടെ സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഇത് മാത്രമല്ല, പ്രാദേശികമായി ഇപ്പോൾ ആളൂർ ഓർബിറ്റ് ഒരുപാട് കാലം ഞാൻ കോളേജിൽ ഞാൻ പറഞ്ഞ നമുക്ക് രണ്ടുപേർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതുപോലെ അപ്പോൾ പാലാരിവട്ടം ബൈപ്പാസിലെ ഫ്ലൈ ഓവർ, എടപ്പള്ളിയിലെ ഫ്ലൈ ഓവർ, ഇനിയിപ്പോൾ വൈറ്റിലെ ഫ്ലൈ ഓവർ ടെൻഡർ ചെയ്യാൻ പോകുന്നു, കുണ്ടന്നൂർ ടെൻഡർ ചെയ്യാൻ പോകുന്നു. ഇതുപോലെ പ്രാദേശികമായി ഓരോ വികസന പദ്ധതികൾ, സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം, പിന്നെ ഗവൺമെൻറ്റിൻ്റെ സാന്ത്വന പ്രവർത്തനങ്ങൾ, അതും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യം? കാരണം ഇപ്പം കാരുണ്യ പദ്ധതി വഴിക്ക് ഇപ്പോൾ 700 കോടി രൂപയും കണ്ട് കാരുണ്യ വഴി ക്യാൻസർ രോഗികൾക്ക് കൊടുത്തു. ക്യാൻസർ ബാധിച്ചവർക്ക് ഇത്ര വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ ആയിട്ടുള്ളത്. ഇത് മാത്രം ഇത്രയും പണം ഇത് ചെയ്യാനായിട്ട് സർക്കാരിന് അതിനുള്ളൊരു കരുത്തുണ്ടോ? അല്ല, സർക്കാരിൻ്റെ പ്രയോറിറ്റിയിൽ വന്ന മാറ്റമാണത്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ 500 കോടി രൂപ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം 123 കോടി രൂപ കൊടുത്തിട്ടുള്ളൂ 5 കൊല്ലം കൊണ്ട്. ഇപ്പോൾ ഏകദേശം 4-4.5 കൊല്ലം കൊണ്ട് 500 കോടി രൂപ കൊടുത്തു. അതാ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. ഇന്നിപ്പോൾ ഞാൻ പറയാം, ഇന്ന് ഞങ്ങൾ മന്ത്രിസഭാ യോഗം കൂടി. ജെയിംസിന് നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ് മെൻ്റലി ചലഞ്ചറായിട്ടുള്ള കുട്ടികൾ, ഭിന്നശേഷിയുള്ള സ്കൂളുകളിലെ കുട്ടികൾ. അപ്പോൾ ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചത് എന്താ, 100 കുട്ടികളുള്ള സ്കൂള് എയ്ഡഡ് സ്കൂളാക്കാൻ തീരുമാനിച്ചു. ചെറിയ കാര്യമല്ല, കാരണം 277 സ്കൂളുകൾ സ്വകാര്യ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്, ഒരു സ്കൂൾ മാത്രമാണ് ഗവൺമെൻറ് മേഖലയിലുള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രി അതിന് പറഞ്ഞ ന്യായം ഞാൻ വേണമെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അദ്ദേഹം പറഞ്ഞത് എന്താ, ഈ കുട്ടികൾ നോർമലായിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവരെ എയ്ഡഡ് സ്കൂളിലോ ഗവൺമെൻറ് സ്കൂളിലോ പഠിപ്പിക്കണ്ടേ? അപ്പോൾ അതിൻ്റെ കുട്ടികളുടെ എണ്ണം അനുസരിച്ച് സ്റ്റാഫിൻ്റെ പോസ്റ്റ് കൊടുക്കണ്ടേ?
അപ്പോൾ അവർക്ക് കുറച്ച് ദൗർബല്യങ്ങളുണ്ടായി എന്നുള്ളതുകൊണ്ട് അവരെ തള്ളിക്കളയാൻ പറ്റൂല. അത് എയ്ഡറാക്കണം. ഞങ്ങളിതാ എയ്ഡറാക്കി. അതുപോലെ ഇപ്പം ഞാൻ പറയാം കോക്ലിയർ ഇംപ്ലാന്റ്, അവർക്ക് കുറച്ചും കൂടിയും സപ്പോർട്ട് ആ സ്ഥാപനങ്ങളിൽ തന്നെ കിട്ടും. ആ സ്ഥാപനങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നു. ഇപ്പം കോക്ലിയർ ഇംപ്ലാന്റേഷൻ 3 വയസ്സിന് താഴെയുള്ള 500 കുട്ടികൾക്കാണ് ശ്രവണശേഷി വീണ്ടെടുക്കാൻ സാധിച്ചത്. 3 വയസ്സ് കഴിഞ്ഞാൽ സാധിക്കില്ല. 3 വയസ്സ് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം അത് ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്യണം. 3 വയസ്സിനുള്ളിലാണെങ്കിൽ അത് സക്സസ് ആവും, ഇല്ലെങ്കിൽ സക്സസ് ആവില്ല എന്ന് ആണ് പറയുന്നത്. പക്ഷേ ഡോക്ടർമാർ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് ഒരു കേസ് ഇത് സക്സസ് ആവുമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കും. അത് 5 ലക്ഷം രൂപ ഗവൺമെൻറ് കൊടുക്കുക. ഞാൻ പറയുന്നത് പണ്ടാണെങ്കിൽ ഒരു പാവപ്പെട്ട ആൾക്കൊരു ബൈപ്പാസ് സർജറി വേണം, ഗവൺമെൻറ്റിനെ ആശ്രയിക്കാൻ പറ്റുമോ? ഇപ്പോൾ 2 ലക്ഷം രൂപ ഗവൺമെൻറ് കൊടുക്കില്ലേ? കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ 2 ലക്ഷം രൂപ കൊടുക്കില്ലേ? അപ്പം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ ഇതുപോലെ അസുഖങ്ങൾ വന്നാൽ മരണത്തിന് കീഴടങ്ങുന്ന ദുരവസ്ഥയിൽ നിന്ന് അവരെ സർക്കാർ സഹായിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അത് ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ വന്ന മാറ്റമാണ്. സാന്ത്വനം ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഇത് ഭരണകക്ഷി പ്രതിപക്ഷത്തിനും അറിയാം, പ്രതിപക്ഷത്തുള്ള MLA-മാരും ഇത് നന്നായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മുഖ്യമന്ത്രി ഈ രീതിയിൽ സ്പീഡിൽ ഓടുമ്പോൾ പ്രതിപക്ഷത്തുള്ള നേതാക്കൾക്ക് അത്രയും സ്പീഡിൽ ഓടാൻ പറ്റുന്നില്ല എന്നുള്ളത് തോന്നുന്നുണ്ടോ? അത് ശരിയായ ട്രാക്കിൽ ഓടണം. ശരിയായ ട്രാക്കിൽ കൂടെ ഓടാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഓട്ടം പൂർത്തിയാക്കാൻ പറ്റില്ല. പക്ഷെ അവരുടെ ഒരു ആക്ഷേപം, മുഖ്യമന്ത്രി ഒരുപാട് പേരെ ദിവസം കാണുന്നു, 100 കണക്കിന് ആൾക്കാരെ കാണുന്നു. അപ്പോൾ ഭരണകാര്യങ്ങൾക്ക് ശ്രദ്ധ ഇത് ചെയ്യാൻ പറ്റുന്നില്ല. കൂടുതലും ഈ പാവപ്പെട്ടവരെ ഇവരെയും കണ്ട് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിനാണ്. അത് വില്ലേജ് ഓഫീസറും മറ്റുള്ളവരും ചെയ്യേണ്ട ജോലിയാണ്, അത് മുഖ്യമന്ത്രി ചെയ്യേണ്ടതുണ്ടോ എന്ന പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത്. പിന്നെ അവർ നിർത്തിയത് ജനങ്ങൾ കേട്ടോ, വില്ലേജ് ഓഫീസും താലൂക്ക് ഓഫീസും കളക്ടറേറ്റും ഒക്കെ നമ്മുടെ സംസ്ഥാനം ഉണ്ടായ കാലം മുതലുണ്ടല്ലോ. അവർ ചെയ്യാത്തതുകൊണ്ടാണ് മുഖ്യമന്ത്രി. ഞാൻ പറയുന്നത് അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പല ഓർഡറുകളും മാറ്റണം. ഇപ്പം ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇവിടെ ഒരാൾ ശബരിമലയ്ക്ക് മറ്റോ പോയി. അപ്പോൾ പോയ സമയത്ത് ഓൺ ദ വേ മരിച്ചു. മരണസ്ഥലം നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല, മനസ്സിലായോ? അടക്കം ചെയ്തിടത്തും സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല, കൊടുക്കാൻ വ്യവസ്ഥയില്ല. ഈ ഒരു പ്രശ്നം കേരളത്തിൽ പരിഹരിക്കാൻ പറ്റിയത് മുഖ്യമന്ത്രിയുടെ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെയാണ്. അതുപോലെ അനവധി ഓർഡറുകളാണ് ഇറക്കിയത്. ഇപ്പോൾ പെൻഷൻ, സാമൂഹ്യ പെൻഷൻ 66,000 രൂപ വരുമാനമുള്ളവർക്ക് കൊടുക്കുകയുള്ളായിരുന്നു, 66 വയസ്സുള്ളവർക്ക്. ഇപ്പോൾ 60 ചുരുക്കി. അതുപോലെ 27,000 രൂപ കഴിഞ്ഞാൽ കൊടുക്കില്ലായിരുന്നു, 1 ലക്ഷം ആയിട്ട് ഉയർത്തി. ഇതെല്ലാം ഈ ബഹുജന സമ്പർക്കത്തിൽ വരുന്ന പരാതികളിൽ നിന്നാണ് യഥാർത്ഥത്തിലുള്ള ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ജനങ്ങളുമായിട്ട് ഇടപഴകി മനസ്സിലാക്കാൻ അവസരമുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ദിവസവും മുഖ്യമന്ത്രി ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് ഓരോന്ന് അവതരിപ്പിച്ച് പാസ്സാക്കും. അപ്പം ഞങ്ങളതിനകത്തെല്ലാം പിന്നെ ഞങ്ങളൊരു മനുഷ്യത്വപരമായ നിലപാടാണ് ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് അല്ല, നമുക്ക് ചട്ടവും റൂളും ഒക്കെ പറഞ്ഞ് ഇരിക്കാം, അത് നടക്കില്ലടോ എന്ന് പറഞ്ഞ് വിടാം. പക്ഷേ ഓരോരുത്തരുടെയും ജീവിതമാണ് ഓരോ ഫയലിലും ഉള്ളത്. അപ്പോൾ അത് മാനുഷികമായ പരിഗണനയോടുകൂടി വളരെ ഒരു ആർദ്രമായ മാനസികാവസ്ഥയിൽ കൈകാര്യം ചെയ്യണം. ഈ കണ്ണൂർ വിമാനത്താവളം ഡിസംബർ 31 അവിടെ ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ട് വിമാനം ഇറങ്ങും. കൊമേഴ്സ്യൽ ഓപ്പറേഷൻ മെയ് ജൂണിൽ നടക്കും. അത് ഞങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ ഈ ഡിസംബർ 31 മുമ്പ് തന്നെ ട്രയൽ റൺ നടത്താൻ പറ്റുമായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാസ്റ്റിംഗ് ഒരു 3 മാസക്കാലം നഷ്ടപ്പെട്ടു. എല്ലാവരും മോൾ തട്ടിൽ അനുകൂലിച്ചെങ്കിലും താഴെ തട്ടിൽ കുറച്ച് ആളുകൾ ബ്ലാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾക്ക് എതിർപ്പ് പ്രകടിച്ച് സമരമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ച് പോകണം. പക്ഷേ എന്നാൽ പോലും ഒരു കാര്യം പറയാം, 2013 നവംബർ മാസത്തിൽ മാത്രമാണ് അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ഒരു എയർപോർട്ട് പ്രോജക്റ്റ് തയ്യാറാക്കാൻ പൂർത്തിയാക്കാൻ 3 കൊല്ലം തൊട്ട് 5 കൊല്ലം വരെ എടുക്കും. പക്ഷെ ഇവിടെ ഞങ്ങൾ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു എയർപോർട്ട് പൂർത്തിയാക്കി. കണ്ണൂർ CPM-ന്റെ കോട്ടയായിട്ട് അറിയപ്പെടുന്നതാണ്. CPM-ന്റെ പ്രമുഖ നേതാക്കൾ മുഴുവൻ വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. അവിടെ തന്നെ വിമാനത്താവളം നിങ്ങളുടെ കാലത്ത് തന്നെ തീർക്കണം എന്നുള്ളത് അതിനൊരു വർദ്ധിച്ച ഒരു രാഷ്ട്രീയ താല്പര്യം കൂടി അല്ല, വർദ്ധിച്ചതല്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഏൽപ്പിച്ച പ്രോജക്റ്റുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നുള്ളത് നിർബന്ധ ബുദ്ധി വ്യക്തിപരമായി എനിക്കുണ്ട്. പിന്നെ ഈ പറഞ്ഞ കണ്ണൂരിലെ CPM നേതാക്കന്മാരെല്ലാം എല്ലാവരും ഇതിന് ധാർമ്മികമായി എല്ലാ പിന്തുണയും നൽകിയിട്ടുണ്ട്. താഴെ തട്ടിൽ കുറച്ച് എതിർപ്പുകളുണ്ട്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും മുകളിലുള്ള നേതാക്കന്മാരെല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കണ്ണൂർ ഒരു വിമാനത്താവളം വരേണ്ടത്
ഒരാവശ്യമാണ്, ഉത്തര കേരളത്തിൻ്റെ ഒരാവശ്യമാണ്. ഇപ്പം നമ്മളിവിടെ നിന്ന് നമ്മളൊരു ബന്ധു കാസർഗോഡുണ്ട് അല്ലെങ്കിൽ കണ്ണൂരിൻ്റെ മരിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് പോകേണ്ടി വന്നാൽ ഒഫീഷ്യൽ ആവശ്യമാകട്ടെ, നമ്മൾ എത്ര മണിക്കൂറുണ്ട് അവിടെ എത്തണത്? നമുക്കൊരു എയർപോർട്ട് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് വളരെ കൂടുതൽ വേഗത്തിൽ അവിടെ എത്താൻ സാധിക്കും. അത് മാത്രമല്ല അവിടുത്തെ വികസനത്തെ ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നു, ആ പ്രദേശം മുഴുവൻ വല്ലാണ്ട് മാറിയില്ലേ? അതുകൊണ്ട് ഉത്തര കേരളത്തിൻ്റെ വികസനത്തിന് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. പിന്നെ ഞങ്ങൾ കണ്ണൂർ എയർപോർട്ടിൻ്റെ ആയാലും വിഴിഞ്ഞത്തിൻ്റെ ആയാലും അത് ഞങ്ങൾക്കൊരു ടീമുണ്ട്. അതിനുവേണ്ടി ദൈനംദിനം അത് കാര്യങ്ങൾ പരിശോധിച്ച് തടസ്സങ്ങൾ നീക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന മാനേജ്മെൻറ്റ് ലെവലിലുള്ള ആളുകളും ഗവൺമെൻറ് ലെവലിലും ഞങ്ങളതൊരു ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഫലമാണത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റെടുത്ത, ഇപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുത്ത മിക്കവാറും പദ്ധതികളെല്ലാം തന്നെ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ള ചാരിതാർത്ഥ്യമാണ് എനിക്കുള്ളത്. അതുപോലെ നമ്മുടെ എക്സൈസ് വകുപ്പ്, കേരളത്തിലെ എല്ലാ കാലത്തെ എക്സൈസ് വകുപ്പ് മന്ത്രിമാർ ആയിട്ടുള്ള ഒരു മുൾക്കിരീടം വെക്കുന്ന അവസ്ഥയാണ്. കാരണം എന്ത് ചെയ്താലും അത് വിവാദമാവും. ഇപ്പം തന്നെ ഇപ്പോൾ ബാർക്കോഴ വിവാദം വന്നു. ആദ്യം മാണി സാറിനെതിരെ, പിന്നെ താങ്കൾക്കെതിരെയും എക്സൈസ് വകുപ്പിനെതിരെയും പ്രതിപക്ഷം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് അടിക്കുകയായിരുന്നു. ബിജു രമേശ് ആയിരുന്നു അതിൻ്റെ മുമ്പിൽ നിന്നിരുന്നത്. ബിജു രമേശ് പറഞ്ഞത് പ്രതിപക്ഷം ഏറ്റെടുക്കുകയായിരുന്നു. പക്ഷേ ബിജു രമേശിനെ ഇത് ചെയ്യുന്ന കാര്യത്തിൽ പൊതുവെ, ഞാൻ താങ്കളുടെ കാര്യത്തിൽ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞില്ല, പൊതുവെ UDF ഒരു എന്തോ ബിജു രമേശിനെ ഭയക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതൊക്കെ പറയാൻ അവസരം കൊടുക്കുകയോ ചെയ്യുന്നൊരവസ്ഥ. LDF ആയിരുന്നെങ്കിൽ ബിജു രമേശോ മറ്റുള്ളവരും ഇങ്ങനെ ധൈര്യപ്പെടില്ലായിരുന്നു എന്ന് പറയുന്നവരുമുണ്ട്. എവിടെയാണ് ഈ ബിജു രമേശിനോട് ഇങ്ങനൊരു സോഫ്റ്റ് ആയിട്ടുള്ള നയം UDF സ്വീകരിച്ചത്? അല്ല, അല്ലെങ്കിൽ ബിജു രമേശിൻ്റെ ആക്ഷേപങ്ങളെ സർക്കാർ ഭയപ്പെട്ടിരുന്നു? അല്ല, സർക്കാർ ഭയപ്പെട്ടിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിവിൽ കേസും ക്രിമിനൽ കേസും കൊടുത്തിട്ടുണ്ട്. ബിജു രമേശ് ഉന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം ഞാൻ വ്യക്തമായി മറുപടി പത്രസമ്മേളനങ്ങളിൽ മണിക്കൂറുകളിലിരുന്ന് പത്രക്കാർ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, എനിക്കെതിരായിട്ടുള്ള അന്വേഷണം കഴിഞ്ഞു. ആ അന്വേഷണ റിപ്പോർട്ട് വന്നു. 10-60 പേരെ ചോദ്യം ചെയ്തു. ഒരാൾ പോലും ബിജു രമേശ് അല്ലാതെ എനിക്കെതിരായി ഒരു മൊഴിയും കൊടുത്തതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു. പിന്നെ പ്രതിപക്ഷത്തിനോട് എനിക്ക് ആ കാര്യത്തിൽ എനിക്കൊരു ആദരവുണ്ട്. കാരണം സത്യം പുറത്തു വന്നപ്പോൾ പിന്നെ അവരത് ഉപേക്ഷിച്ചു. നിയമസഭയിൽ അവരെനിക്കെതിരായിട്ട് ഉന്നയിച്ചിട്ടില്ല, എന്നെ ബഹിഷ്കരിച്ചിട്ടില്ല. നിയമസഭയിൽ പുറത്തും പരിപാടികൾ ബഹിഷ്കരിച്ചില്ല. ആദ്യം ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞു, പക്ഷെ അവർ പിന്നീട് LDF കൂടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാണി സാറിനെതിരെ വന്നു എന്നല്ല ഞാൻ പറഞ്ഞു. എൻ്റെ കാര്യമാണ് ഞാൻ ആദ്യം പറയണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറയാം, മാണി സാറിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് കേരളം. അതിൻ്റെ അന്വേഷണം പൂർത്തിയായി. ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ കേസിരിക്കുക. ബിജു രമേശിനെ സംബന്ധിച്ചോളം നിങ്ങൾ ബിജു രമേശ് ഉന്നയിച്ച ആരോപണം എന്ന് പറയുമ്പോൾ ബിജു രമേശ് ആരാണ് എന്നുള്ളത് ആദ്യം തന്നെ അന്വേഷിക്കണം. ഒരാളുടെ ഇൻറ്റഗ്രിറ്റി കൂടി പരിശോധിച്ചിട്ട് അല്ല അത് പറയാനുള്ളത്. ഒരു തരത്തിലും UDF അങ്ങനെ തിരിച്ച് ആക്ഷേപം അല്ലല്ല, ഞാൻ എപ്പോഴും ആ ഒരു നിലപാട് തന്നെ എടുത്തിട്ടുള്ളൂ. ശക്തമായിട്ട് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്, അതിശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ബിജു രമേശ് ആരാന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് പ്രത്യേകിച്ച് കേരള മോദി കൂടെ ആകുമ്പോൾ എല്ലാവരും മനസ്സിലാക്കിക്കോളും. രണ്ടാമത്തെ കാര്യം, 9 ഹോട്ടൽ പൂട്ടുന്നവരെ ബിജു രമേശ് ഈ ആരോപണമൊന്നും ഉന്നയിച്ചിട്ടില്ല. അത് ഈ ഹോട്ടലുകൾ പൂട്ടിപ്പോയതുകൊണ്ടുള്ള ദേഷ്യമാണെന്നാണ് താങ്കൾ കരുതുന്നത്? ആ ഹോട്ടലുകൾ പൂട്ടിപ്പോയെന്നാണ് ചെറിയ കാര്യമല്ല. ഒരു 30 ലക്ഷം രൂപ പെർ ഡേ നഷ്ടമായിക്കൊണ്ട്. വലിയ സമ്പന്നമായ ആളാണ്, ഇതൊന്നും അതിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. എന്താ പിന്നെ ഇതൊക്കെ വേണ്ടെന്നൊക്കെ വെച്ചാൽ പോരായിരുന്നോ? ഈ CPM-ൻ്റെ ഒരു നേതാവിനോട് തിരുവനന്തപുരത്ത് ഒരു MLA-യുടെ വീട്ടിൽ വെച്ച് ഈ പറഞ്ഞ ആളും ബാർ ഹോട്ടൽ അസോസിയേഷൻകാരും കൂടി കഴിഞ്ഞ ഡിസംബർ 15-ന് 7 മണിക്കൊരു ചർച്ച നടത്തി. ഇദ്ദേഹം അവരോട് പറഞ്ഞെന്താണെന്നറിയോ? സഖാവേ, ഞങ്ങളുടെ ഈ പൂട്ടിയ ഹോട്ടലുകൾ അന്ന് 418 തുറന്നു തരണം സഖാവേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സഖാവ് പറഞ്ഞു, എന്നാൽ കൂടുതൽ ആളുകളുടെ പേരിൽ ആരോപണം ഉന്നയിക്കി മന്ത്രിമാരുടെ പേരിൽ, എന്നിട്ട് നമുക്ക് ഗവൺമെൻറ് വലിച്ച് താഴെയിട്, എന്നിട്ട് ആലോചിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ കിടന്ന് ഈ ചാടി. അപ്പോൾ മന്ത്രിസഭയെ താഴെയിടാൻ വേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഭാഗമായിരുന്നുവെന്ന് മന്ത്രിസഭയിൽ മന്ത്രിമാരെല്ലാം അഴിമതിക്കാരാണെന്നുള്ള ഒരു വലിയ പ്രചരണം നടത്താനും അങ്ങനെ മന്ത്രിമാരെ രാജിവെപ്പിക്കുക, അങ്ങനെ ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അതിലയാൾ കരുവായി. എനിക്ക് തോന്നുന്നു ഇപ്പം അയാൾ ദുഃഖിക്കുന്നുണ്ടാവും. ഇതിനെ ദുഃഖിക്കുന്നത് അല്ല, സത്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. അല്ല അയാളെ പൊക്കിക്കൊണ്ട് നടന്നവരിപ്പോൾ ഇല്ലല്ലോ. അയാളെ അവർ പിൻവാങ്ങി പൊക്കിക്കൊണ്ട് നടന്നവരാരും ഇപ്പോൾ ഇല്ലല്ലോ. അല്ല, ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ബിജു രമേശ് ഇതൊക്കെ ചെയ്തതെന്നുള്ള ചിന്തയുണ്ട് താങ്കൾ? ഈ ബിജു രമേശിൻ്റെ ചിന്ത എന്താണെന്ന്, ഹോട്ടലുകൾ തുറന്നു കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയം. എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇനി ഇതൊക്കെ തുറന്നു കൊടുക്കാൻ? അല്ല, ബിജു രമേശ് ആര്? ഞങ്ങളോ?
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു നയം ആവിഷ്കരിക്കുകയും അടഞ്ഞ അധ്യായമാണ്. അത് നയം കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊരു റീ ഓപ്പണിങ്ങിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. ആ നയം നടപ്പാക്കാൻ UDF എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ നയം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഇവിടെ ക്യൂ നിന്നിട്ട് ആൾക്കാർ മദ്യം വാങ്ങുന്നതിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് ആക്ഷേപം വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇത്ര 1000 കോടി രൂപ സർക്കാരിലേക്ക് കൊടുക്കുന്നത് ഞങ്ങളാണ്, ഞങ്ങൾക്ക് മാന്യമായിട്ട് ഈ സാധനം വാങ്ങിക്കാനുള്ളൊരു അവസരം പോലും, ബാക്കി എന്ത് കൺസ്യൂമർ പ്രോഡക്ട്സും നിങ്ങൾക്ക് കടയിൽ പോയി വാങ്ങിക്കാം, പക്ഷേ ഇത് ക്യൂ നിന്ന് നിങ്ങൾ വാങ്ങിക്കുന്നവരാണെന്ന് പരസ്യമായി ഞങ്ങളെ അപമാനിച്ചുകൊണ്ട് ഒരു സൗകര്യം തരാത്ത സ്ഥലങ്ങളിൽ നിന്നത് വാങ്ങിക്കാൻ നിർബന്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? കൺസ്യൂമർ സ്റ്റോറുകളിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിൽ പോയി ഓരോന്ന് സെലക്ട് ചെയ്തെടുക്കുന്ന പോലെ ഇവിടെ സെലക്ട് ചെയ്യാനുള്ള നമ്മുടെ സാമൂഹിക പശ്ചാത്തലം അതിനനുകൂലമുള്ളതല്ല. പക്ഷേ മറ്റു രാജ്യങ്ങളിലെല്ലാം മറ്റു രാജ്യങ്ങളും മറ്റു സംസ്ഥാനങ്ങളിലും നമ്മുടെ ധാർമ്മിക ചിന്തകളും സദാചാര ബോധവും ഒക്കെ തമ്മിൽ അങ്ങനെ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? പ്രശ്നം അതിപ്പോൾ ഞാൻ മാത്രം മറുപടി പറഞ്ഞാൽ പോരാ, അതിനൊരു പൊതു അഭിപ്രായം രൂപപ്പെട്ടു വരണം. അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം നിർത്തണം. അല്ല, രൂപപ്പെട്ടു വരേണ്ടത് ആവശ്യമാണ്. അതായത് ഇപ്പോൾ ഗവൺമെൻറ് അങ്ങനെ ആലോചിക്കുന്നത്. പക്ഷേ ഈ ക്യൂ സത്യത്തിൽ അവമാനമാണ്. എനിക്ക് തന്നെ ഞാൻ എക്സൈസ് മന്ത്രി എന്നുള്ള നിലയിൽ ലജ്ജിച്ച് തല താഴ്ത്തുന്ന ഒരു വേറെ എവിടെയും തിരക്കില്ല. അല്ല, അതിനൊരു ബാറിന്റെ മുമ്പ് ഈ ബീവറേജിന്റെ മുമ്പിൽ തിരക്ക്. ഇതിനകത്തുള്ളൊരു പ്രശ്നം, ബീവറേജിൽ കേരളത്തിൽ മൊത്തത്തിൽ 13 ലക്ഷത്തോളം ആളുകൾ ഒരു ദിവസം വന്നു പോകുന്നുണ്ട്. ഈ ആളുകൾക്ക് ഇങ്ങനെ ക്യൂവിൽ നിർത്തി മഴയും വെയിലും കൊള്ളിച്ച് ഒരു അപരിഷ്കൃതമായിട്ട് കൈകാര്യം ചെയ്യുന്നത് അങ്ങേറ്റം തെറ്റാണെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇവിടെ അവർക്ക് കൂടുതൽ സൗകര്യം ചെയ്തു കൊടുത്താൽ ആ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കലാണെന്ന് വിശ്വസിക്കുന്ന ആളുകളും നിർഭാഗ്യവശാൽ കേരളത്തിൽ ഇവർ മുഴുവൻ മറ്റുള്ളവരുടെ ബിനാമികളായിട്ട് ക്യൂവിൽ നിൽക്കുന്ന പലരും. അല്ല, ഞാൻ പറയുന്നത് അവർക്ക് അതിൽ നിന്ന് ഒരു വരുമാനം കിട്ടുന്നുണ്ടാവും. ഞാൻ പറയുന്നത് ഇത് അങ്ങേറ്റം അപരിഷ്കൃതമാണ്. പുറത്തുനിന്ന് വന്ന ആളുകൾ കാണുമ്പോൾ ഇപ്പം എനിക്കറിയാം, ഇപ്പോൾ നമ്മൾ ഏത് റൂട്ടിൽ പോയാലും ഒരു 500 പേര് കൂടി നിൽക്കുന്ന ഒരു സ്ഥലം കണ്ടെത്തിയാൽ അത് ബിവറേജ് ഔട്ട്ലെറ്റ് ആണെന്നുള്ളത് ആർക്കും മനസ്സിലാവും. ഞാൻ പലപ്പോഴും മുഖം തിരിച്ച് നിൽക്കുക പതിവ്, ഇത് കാണാൻ പറ്റാത്തതുകൊണ്ട്. പ്രത്യേകിച്ച് ഞാൻ വൈറ്റിലയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഇതിൻ്റെ ഒക്കെ സൈഡിൽ കൂടെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ആളുകൾ കുടിക്കുന്ന ആളുകൾ കുറേ അധികം ആളുകളുണ്ട്. അവരെ നമ്മൾ ബോധവൽക്കരണത്തിലൂടെ പിന്മാറ്റി മദ്യത്തിൽ നിന്ന് അതിൻ്റെ പിടിയിൽ നിന്ന് ഒഴിവാക്കി കൊണ്ടുവരണം. അതിൻ്റെ പ്രവർത്തനം നടക്കണം, ശക്തമായിട്ട് നടക്കണം. ബോധവൽക്കരണം അതൊരു ബഹുജന പ്രസ്ഥാനമാക്കി വളർത്തുകയും വേണം. അതിൻ്റെ ഒപ്പം തന്നെ അതുവരെ ക്യൂവിൽ നിൽക്കുന്ന ആളുകളെ മൃഗങ്ങളെ പോലെ കണക്കാക്കണം എന്ന് പറയുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഇത് അവിടെ ചില സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ അത് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കലാണ് എന്ന് അങ്ങനെ വിശ്വസിക്കുന്നവരും കേരളത്തിലുണ്ട്. അതിൽ ഞാൻ ഒരു നിസ്സഹായനാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ഒരു കാര്യം ശരിയെന്ന് തോന്നിയാൽ നമുക്ക് എല്ലാ ശരികളും നടപ്പാക്കാൻ പറ്റില്ല. നമുക്കൊരു പൊതു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉള്ളൂ. എല്ലാ ശരികളും നമ്മൾ മാത്രം കൂടി എനിക്ക് ശരിയാണെന്ന് തോന്നുന്നത് ജെയിംസിന് ശരിയാവണമെന്ന് തോന്നില്ല. അത് ദാറ്റ് ഡിപ്പെൻഡ്സ് ദ പേഴ്സൺ. അതുപോലെ തന്നെ ഫിഷറീസ് മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ താങ്കൾ ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഈ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ ഇടത്തട്ടുകാർ ഇപ്പോഴും വളരെ ശക്തമായി ചൂഷണം ചെയ്യുകയാണ്. അതിപ്പോൾ മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് അടക്കമുള്ള ഒരുപാട് ഇത് വന്ന് മത്സ്യത്തൊഴിലാളി മേഖല വലിയൊരു പ്രശ്നത്തിലാണ്. ഒപ്പം തന്നെ ഇപ്പോൾ വലകളെ ചൊല്ലിയുള്ളൊരു പ്രശ്നം കൂടി നിൽക്കുന്നു. ചില വലകൾ ഉപയോഗിക്കരുതെന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള മത്സ്യത്തൊഴിലാളി പറയുന്നു, മറ്റുള്ളവരത് വേണമെന്ന് പറയുന്നു. അതൊരു കമ്മ്യൂണൽ ടെൻഷനിലേക്ക് തന്നെ അല്ലെങ്കിൽ ഒരു വർഗീയമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് തന്നെ പോകുന്ന അവസ്ഥയിൽ നിൽക്കുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം മത്സ്യത്തൊഴിലാളി മേഖലയെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു അവസ്ഥയില്ലേ? അല്ല, മത്സ്യത്തൊഴിലാളി മേഖലയിൽ ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ഏത് ഗവൺമെൻറ്റിനേക്കാൾ മുമ്പിലാണ് ഈ ഗവൺമെൻറ്. ഇപ്പം ഭവന പദ്ധതി തന്നെ കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് 4000 വീട് കൊടുത്തു, 50,000 രൂപ ഒരു വീടിന്. ഞങ്ങൾ 2 ലക്ഷം രൂപ വെച്ച് 15,000 വീട് കൊടുത്തു തീരുപ്പേ. അതുപോലെ ടോയ്ലറ്റ് ഏകദേശം 19,000 ടോയ്ലറ്റ് 17,500 രൂപ ഗ്രാൻഡിലുള്ള ടോയ്ലറ്റ് കൊടുത്തു. പെൻഷൻ 300 രൂപയായിരുന്നു 600 രൂപയാക്കി. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വലയുടെ കാര്യത്തിലുള്ള പ്രശ്നം ഒന്ന് മത്സ്യസമ്പത്ത് കുറഞ്ഞു വരികയാണ്. അതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. അതാണ് പല കാരണങ്ങളുമുണ്ട്. കാരണങ്ങൾ വിലയിരുത്താനുള്ള സന്ദർഭം ഇല്ലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് മത്സ്യസമ്പത്ത് കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഉള്ള മത്സ്യം പിടിച്ചെടുക്കാനുള്ള ആക്രാന്തം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ട്. അപ്പോൾ ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. അത് നിയമത്തെക്കാൾ ഉപരി നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ സ്വയം അത്തരം നിയന്ത്രണങ്ങൾ പാലിക്കണം. ഞങ്ങൾ ഇപ്പോൾ ചെറു മത്സ്യങ്ങൾ പിടിക്കുന്നുണ്ട്. ചെറു മത്സ്യങ്ങളെ കൂടി പിടിച്ചിട്ട് അത് വലുതാകേണ്ടതാണ്. അതിനാണ് ആ വലിപ്പം പറഞ്ഞത്. അതിന് അത് വളമാക്കി മാറ്റാൻ, മത്സ്യത്തീറ്റയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. തമിഴ്നാട്ടിലേക്കൊക്കെ അത് കയറ്റി കൊണ്ടുപോയാൽ അത് തടയാൻ വേണ്ടി ഇപ്പോൾ ഞാനൊരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നു.
അത് മത്സ്യത്തൊഴിലാളി സമൂഹം പൊതുവെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കാർട്ടൂണിൽ വന്നിരിക്കുന്നത് മത്സ്യത്തെ പിടിച്ചിട്ട് അതിൻ്റെ അളവ് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയല്ല കാർട്ടൂൺ വന്നു. അതിനകത്തൊരു കാര്യമുണ്ട്. ഇത് അതിനുള്ള വല ഉപയോഗിക്കാതിരുന്നാൽ മതി. ഇത് കരയിൽ കൊണ്ടുവരുമ്പോൾ ഒരു ചെറുത്തുനിൽപ്പ് തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അതങ്ങ് നിൽക്കും. പിന്നെ ഇതിനകത്തുള്ള ഈ വലയുടെ കണ്ണി വലിപ്പം ഇതൊക്കെ ഒന്ന് പുനർനിർണ്ണയിക്കേണ്ട സാഹചര്യമുണ്ട്. ഏതായാലും 20-ാം തീയതി സയൻറ്റിസ്റ്റുകളെയും മത്സ്യത്തൊഴിലാളി സംഘടനകളെയും ഉദ്യോഗസ്ഥന്മാരെ എല്ലാം വിളിച്ചിട്ട് ഒരു വിശദമായ ചർച്ച ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അന്ന് കുറച്ചുകൂടി ഈ കാര്യത്തിൽ വ്യക്തത ഉണ്ടാവും. താങ്കൾ മന്ത്രിയാണെങ്കിലും വളരെ ശക്തനായ സംഘടനാ പ്രവർത്തകനാണ്. കാരണം വളരെ ശക്തമായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ തലത്തിൽ പ്രവർത്തിച്ചുള്ള പാരമ്പര്യത്തിൽ നിന്നാണ് അല്പം വൈകി മന്ത്രിയാവുന്നത്. നേരത്തെ മന്ത്രിയാവേണ്ട ആളായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അപ്പം ആ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് എല്ലാ കാലത്തും ഇലക്ഷൻ്റെ ബ്രിമ്മിൽ വരുന്ന സമയത്ത്, ഇപ്പോൾ കഴിഞ്ഞ തവണ കോൺഗ്രസ് 100 സീറ്റിൽ അധികാരത്തിൽ വരുമെന്നായിരുന്നു ആദ്യത്തെ സർവേ കാണിച്ചിരുന്നത്. പിന്നെ ജയിച്ചു വരുന്ന 72 സീറ്റിലാണ്. അതിൽ ഗ്രൂപ്പ് തിരിഞ്ഞ് കൃത്യമായിട്ട് എ ഗ്രൂപ്പുകാരുടെ ആൾക്കാരെ തീരുമാനിച്ചു, ഐ ഗ്രൂപ്പ്. അപ്പോൾ നോക്കിയത് ഞങ്ങളോട് എത്രമാത്രം ലോയൽറ്റി ഉണ്ട്, കഴിവല്ല ഒരു മാനദണ്ഡമായിട്ട് പലയിടത്തും ആയെന്നാണ് ഇത് വന്നത്. അപ്പോൾ 100 സീറ്റിൽ നിന്ന് 72 സീറ്റ് ആയിട്ട് കുറഞ്ഞപ്പോൾ അത് ബോധ്യമായി. പക്ഷേ എല്ലാവരും നോക്കിയത് എനിക്ക് കിട്ടുന്ന ഗ്രൂപ്പിൽ കിട്ടുന്ന MLA-മാരുടെ എണ്ണം, അതുവഴി ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനം മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുമ്പോഴുള്ളത് ഈ യുക്തിയിലേക്കാണ് പോയത്. ഇപ്പോൾ നിങ്ങൾ അരുവിക്കരയിൽ ജയിച്ചതിന് തൊട്ട് പിറകെ എന്നോണം ഇപ്പോൾ തൃശ്ശൂരിൽ 3ാമത്തെ രാഷ്ട്രീയ കൊലപാതകം ഐ വിഭാഗക്കാരൻ എ ഗ്രൂപ്പുകാരനെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ഐ ഗ്രൂപ്പുകാരനായ ഒരാൾ കശുവണ്ടി കോർപ്പറേഷൻ്റെ ചെയർമാനാണ്. ഈ സർക്കാരിനെതിരെ നിരാഹാരമിരിക്കുന്നു. ഇത് വീണ്ടും കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കുകൾ ശക്തിപ്പെടുത്തുകയാണ്. അതിൻ്റെ സൂചനയായിട്ട് കാണാൻ പറ്റുമോ? അല്ല, കോൺഗ്രസ്സിനകത്ത് ഒരു യോജിപ്പ് ആണ് ഇപ്പോഴും ഉള്ളത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെയധികം യോജിപ്പ് ഉണ്ട്. ചില ഒറ്റപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ ചൂണ്ടിക്കാണിച്ചത്. ഒരു കാര്യം തീർച്ചയാണ്, ഈ ഗവൺമെൻറ്റിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ ജനങ്ങൾ തയ്യാറാണ്. കോൺഗ്രസ്സുകാർ തയ്യാറാണ്. ജനങ്ങൾ തയ്യാറാണ്. നല്ല അന്തരീക്ഷമുണ്ട്, നല്ല സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷമുണ്ട്. അത് നഷ്ടപ്പെടുത്താതെ നോക്കേണ്ടതാണ് ഈ കോൺഗ്രസ്സുകാരുടെയും UDF പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ചുമതല. അതുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കാതെയും നല്ല അന്തരീക്ഷം തകർക്കാതെയും എല്ലാവരും ആത്മസംയമനം പാലിച്ച് പോകുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. പിന്നെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ പാർലമെൻ്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം നോക്കിയല്ല തിരഞ്ഞെടുക്കാറ്. ഞാൻ ഇപ്പോൾ കുറച്ച് കാലമായി നിയമസഭയിലുള്ളത് കൊണ്ട് എനിക്കറിയാം. അതെല്ലാം ഹൈക്കമാൻഡുമായിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കുകയാണ് പതിവ്. അതുകൊണ്ട് ഇവിടുത്തെ ഭൂരിപക്ഷം ഒരു പ്രധാന പ്രശ്നമായിട്ട് ക്രൈറ്റീരിയ ആയിട്ട് ഞാൻ കാണുന്നില്ല. അല്ല, ഇപ്പോൾ ഇതുവരെ ഇതിൻ്റെ ഈ ഭരണത്തിൻ്റെയൊക്കെ ഒരു 3 വർഷമൊക്കെ ആയപ്പോൾ നേതൃമാറ്റം വേണമെന്ന് ഒരു ഈ ഗ്രൂപ്പിൽ നിന്ന് ആവശ്യം ഉയർന്നിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഈ ടേം കഴിയുമ്പോൾ ഒരു പക്ഷേ പുതിയൊരു നേതാവ് വരും എന്നൊക്കെയുള്ളൊരു പ്രചരണം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു പ്രചരണം അനുസരിച്ച് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ വീണ്ടും മത്സരിക്കാൻ പോകുന്നു. കോൺഗ്രസിന് അധികാരം കിട്ടിയാൽ ഉമ്മൻചാണ്ടി തന്നെയായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള തരത്തിലുള്ള ചർച്ചകളാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? താങ്കൾ അദ്ദേഹത്തിൻ്റെ വളരെ വിശ്വസ്തനായിട്ടുള്ള മന്ത്രിയാണ്. അല്ല, കേരളത്തിലെ ഇന്നുള്ള മന്ത്രിസഭയിലുള്ളവരും അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്നവരിൽ പലരും മുഖ്യമന്ത്രിയാവാൻ യോഗ്യന്മാരാണ്, ഒരു സംശയമില്ല. അതേ സമയത്ത് പലരും യോഗ്യന്മാരാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ പൊതുവെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു അക്സെപ്റ്റൻസും ഉണ്ട്. അത് നമ്മൾ ആരും ചെറുതായിട്ട് കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കുന്നത് ഉമ്മൻചാണ്ടി തന്നെയായിരിക്കുമെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? അത് പറയാനുള്ള അധികാരവും അതിനുള്ള ശക്തിയും ഉള്ള ആളല്ല ഞാൻ. അല്ല, പക്ഷെ കേരളത്തിൽ ആഗ്രഹമുണ്ടോ അങ്ങനെ? അല്ല, ഞാൻ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചെല്ലാം നല്ല ധാരണയുണ്ട്. അത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അവസാനമായിട്ട് ചോദിച്ചോട്ടെ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വരികയാണ്. ഇപ്പോൾ അരുവിക്കര ജയിച്ചതിന് തൊട്ട് പറയുക വരുന്നത്. ഉടനെ തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇപ്പോൾ കമ്മീഷൻ അതിൽ അതിർത്തി രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വിഭജനം നടത്തി ഇലക്ഷൻ നടത്തുകയാണെങ്കിൽ സമയത്ത് വരില്ല. ഈ ദിവസം ഇപ്പോൾ ഇന്നൊക്കെ ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അപ്പീൽ കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ എന്തോ സർക്കാർ എന്തിനു ഭയക്കുന്നു? ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ പഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഗുണകരമാവില്ല, അല്ലെങ്കിൽ ഇത് മറ്റേ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മതി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്നൊക്കെ ഒരു വാദമുള്ളതായിട്ട് കേൾക്കുന്നു. എന്താണ് യാഥാർത്ഥ്യം? അല്ല, ആ കാര്യത്തിൽ മുഖ്യമന്ത്രി ഗവൺമെൻറ് നിലപാട് പറഞ്ഞു കഴിഞ്ഞു. സമയത്ത് തിരഞ്ഞെടുപ്പ് നടത്തും. അതുപോലെ പാർട്ടി നേതൃത്വം പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ചോദിച്ചാൽ സമയത്തിന് തിരഞ്ഞെടുപ്പ് നടക്കണം എന്നാണ്. യാതൊരു സംശയമില്ല. കാരണം ചില അസൗകര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഞങ്ങൾക്ക് മാത്രമേ എല്ലാവർക്കും ഉണ്ട്. കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ്
അല്ല, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ അതിന് സമയമില്ല. അത് ഒരു 6 മാസത്തെ ഗ്യാപ്പ് പോലും ഇല്ല. അപ്പോൾ ഒരു പല പ്രശ്നങ്ങളും ഹീൽ ചെയ്യാനുള്ള സമയമില്ല. ഒരു ഹീലിംഗ് പീരീഡ് മത്സരിച്ച് കഴിഞ്ഞ് തല്ലി പിടിച്ച് അതിനുള്ളൊരു സമയമില്ലാതെ വരും. അതിപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം മാത്രമല്ല, LDF ഇപ്പം എല്ലാവർക്കും ഈ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാറ്റി വെച്ചിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്താമെന്ന് പറഞ്ഞാൽ അതൊട്ടും ശരിയല്ല. അതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. ഗവൺമെൻറ്റിൻ്റെ നിലപാട് മുഖ്യമന്ത്രി പറഞ്ഞും കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് യഥാസമയം നടത്തണം. പക്ഷേ അതിനൊപ്പം തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള നിയമപ്രശ്നങ്ങളും ഗൗരവമുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം, 4 മുനിസിപ്പാലിറ്റി ഒഴിച്ച് രൂപീകരിക്കാൻ തീരുമാനിച്ച എല്ലാ മുനിസിപ്പാലിറ്റിയെയും അംഗീകരിച്ചു. 4 മുനിസിപ്പാലിറ്റി അംഗീകരിച്ചില്ല. അപ്പോൾ അതിനെ പഞ്ചായത്താക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ആരെങ്കിലും കേസ് കൊടുത്താലും പ്രശ്നമാവില്ലേ? അതുകൊണ്ട് ഇതിൻ്റെ നിയമപ്രശ്നങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും പരിശോധിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അത് മാത്രമല്ല, ഈ കോടതി വിധി വരുന്നതിന് മുമ്പ് ആരും ഇത് പറഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനെ ഒരു ചർച്ച കേരളത്തിലുണ്ടായിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ് ഒരിക്കലും അങ്ങനെ ഒരു ആലോചന നടത്തിയില്ല. എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? അങ്ങനെ മറിച്ച് കരുതാൻ എന്താ കാര്യമുള്ള കേരളത്തിൽ? UDF വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷയിലാണ് ശ്രീ കെ ബാബു. അദ്ദേഹത്തിൻ്റെ പല വകുപ്പുകളെക്കുറിച്ച് സംസാരിച്ചു. വിഴിഞ്ഞത്ത് തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാവുന്നു. കണ്ണൂർ ഡിസംബറിൽ വിമാനം ഓടിത്തുടങ്ങാൻ പോകുന്നു. നീര പ്രൊജക്റ്റ് കൊണ്ടുവരാൻ പ്രധാന പങ്കുവഹിച്ചു. ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളി രംഗത്തും അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന വകുപ്പുകളിൽ മന്ത്രിയായിരിക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ശ്രീ ബാബു. അതിനിടയ്ക്ക് എക്സൈസ് വകുപ്പ് എന്ന മുൾക്കിരീടം തലയിൽ വെക്കേണ്ടി വന്നതിൻ്റെ പ്രശ്നങ്ങളും അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒരുപക്ഷെ ബാർക്കോഴ കേസിൽ കുറ്റവിമുക്തനാവുമ്പോഴും അതിൻ്റെ പേരിലേറ്റ കല്ലേറുകളും മുള്ളുകളും മുറിവുകളും ഇനിയും ബാക്കിയുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തുറന്നിവിടെ സംസാരിക്കുകയായിരുന്നു. ശ്രീ കെ ബാബുവിന് കൗമുദി TV യുടെ പേരിൽ, സ്ട്രീറ്റ് ലൈൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.